Hi students. ഇപ്പോൾ നമ്മളറിയാം ബ്രില്യൻ്റ് കഴിഞ്ഞ JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസുകളുടെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെയും വർക്ക് എനർജി പവറിൻ്റെയും നമ്മുടെ കഴിഞ്ഞ JEE മെയിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് റേ ഒപ്റ്റിക്സ് JEE മെയിന് ചോദിച്ച റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് റെഫറൻസ് ആക്കി എടുക്കാം. കാരണം ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസേ ഇനി വരുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഹായകരമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം നമ്മൾ നടത്തുന്നത്. നമുക്ക് റേ ഒപ്റ്റിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, യെസ്, two identical thin biconvex lenses of focal length 15 centimeter and refractive index 1.5 are in contact with each other. The space between the lenses is filled with a liquid of refractive index 1.25. The focal length of the combination ആണ് ക്വസ്റ്റ്യൻ. അപ്പം ഏത് ടോപ്പിക് എന്നാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആണ്. ഇവർ പറയുന്ന രണ്ട് ഐഡന്റിക്കൽ കോൺവെക്സ് ലെൻസുകൾ അല്ലെ, ഹിയർ ഇറ്റ് ഈസ്, രണ്ട് കോൺവെക്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഫോക്കൽ ലെങ്ത് 15, രണ്ടുപേരുടെയും ഫോക്കൽ ലെങ്ത് 15 ആണ്. അപ്പം ഇയാളുടെ ഫോക്കൽ ലെങ്ത് F1 എന്ന് വിളിച്ചു, ഇയാളുടെ ഫോക്കൽ ലെങ്ത് F2 എന്ന് വിളിച്ചാൽ F1ന്റെ വാല്യൂവും F2ന്റെ വാല്യൂവും 15 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ തൽക്കാലം N എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ N1 എന്ന് വിളിച്ചാൽ അയാളുടെ വാല്യൂ 1.5 ആണ്. ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ലെൻസ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25. അവയ്ക്കിടയിലുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഇതാണ് അവയ്ക്കിടയിലുള്ള സ്പേസ്. ആ സ്പേസിൽ ലിക്വിഡ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒഴിച്ചു. അപ്പം ഇവിടെയുള്ള ഭാഗം ഒരു കോൺകേവ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്തു അല്ലെ. ആ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ തൽക്കാലം F3 എന്ന് വിളിക്കുവാണ്. അയാളുടെ ഫോക്കൽ ലെങ്ത് F3 എന്ന് വിളിക്കുവാണ്. അയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25. അപ്പൊ അയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ N2 എന്ന് വിളിച്ചാൽ അത് 1.25 ആണ് അല്ലെ. എങ്കിൽ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ ഇൻ സെന്റിമീറ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ 3 ലെൻസ് വന്നു അല്ലെ, 3 ലെൻസ് വന്നു. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ അറിയാം. 1/f is equal to 1/f1 plus 1/f2 plus 1/f3. ഇതാണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ. Where F1, F2, F3 are the focal length of these three lenses are separately in the same medium. അപ്പം എയറിലുള്ള 3 ഫോക്കൽ ലെങ്ത് എടുത്താൽ മതി. അങ്ങനെയാണ് നമുക്ക് നോക്കാം. F1, F2, F3 കാണാം. F1, F2 തന്നിട്ടുണ്ട്. ഇനി F3യുടെ പ്രശ്നമേ ഉള്ളൂ. F3 ആരാണ്? കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് കാണാനാണ്. കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ്സ് ഈക്വൽ ടു -r ഡിവൈഡഡ് ബൈ 2 ടൈംസ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 എന്ന് വരും. അപ്പൊ അവിടെ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് കാണാൻ നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, റേഡിയസ് കർവേച്ചർ. ഇവിടെയുള്ള കോൺകേവിന്റെ റേഡിയസ് കർവേച്ചർ ആർക്ക് ഈക്വൽ ആണ്? കോൺവെക്സിന്റെ റേഡിയസ് കർവേച്ചറിന്റെ ഈക്വൽ ആണ്. അപ്പൊ കോൺവെക്സിന്റെ റേഡിയസ് കർവേച്ചർ കണ്ടുപിടിച്ചാൽ മതി. കോൺവെക്സിന്റെ കേസിൽ നോക്കിക്കേ, ഇവിടുത്തെ കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു F1 ആണ്. അത് റേഡിയസ് കർവേച്ചർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് N1 -1, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 ആണ്. അപ്പൊ അതിലെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 2 ടൈംസ് 1.5 -1 1/2 വരും. അപ്പൊ അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ 15 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ അയാളുടെ റേഡിയസ് കർവേച്ചർ തന്നെയാണ് ആരുടെ റേഡിയസ് കർവേച്ചർ? കോൺകേവിന്റെ റേഡിയസ് കർവേച്ചർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു -15 ഡിവൈഡഡ് ബൈ 2 ടൈംസ് അയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1.25 -1 ആണ്. ദാറ്റ് ഈസ് 0.25 വരും. ദാറ്റ്സ് ഈക്വൽ ടു -30 സെന്റിമീറ്റർ. അതായിരിക്കും കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പൊ നമുക്ക് 3 ലെൻസിന്റെയും ഫോക്കൽ ലെങ്ത് കിട്ടി, ശരിയല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/f1. F1 എത്രയാ? 15, കോൺവെക്സ് അല്ലേ, പോസിറ്റീവ്, പ്ലസ് F2 എത്രയാ? കോൺവെക്സ്, അതും പോസിറ്റീവ്, പ്ലസ് 1/f3 കോൺകേവ്, അത് -30 എന്ന് വരും, ശരിയല്ലേ? ഇത് സോൾവ് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു സോൾവ് ചെയ്താല് 2 ഡിവൈഡഡ് ബൈ 15 മൈനസ് 1 divided by 30, that's equal to
4 minus 1 divided by 30. അപ്പൊ F is equal to 10 centimeter എന്ന് വരും. ശരിയല്ലേ? 10 centimeter. അപ്പൊ ഇവിടുത്തെ ആൻസർ 10 centimeter. ക്ലിയർ? ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. The refractive angle of a prism is A. A means angle of the prism ആണ്. And the refractive index of the material of the prism is cot A by 2. അപ്പോൾ refractive index cot A by 2 ആണ്. Then the angle of minimum deviation is, in terms of minimum deviation, the refractive index of the prism is equal to sin A plus D by 2 divided by sin A by 2 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം ഇൻ ടേംസ് ഓഫ് മിനിമം ഡീവിയേഷൻ. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എത്രയാ? കോട്ട് A by 2. അപ്പൊ കോട്ട് A by 2 is equal to sin A plus D by 2 divided by sin A by 2. എനിക്ക് ഇവിടെ എഴുതിക്കൂടെ? that is A by 2, sin A by 2. നമുക്കറിയാം കോട്ട് A by 2 ആരാണ്? കോട്ട് A by 2 is equal to cos A by 2 by sin A by 2 ആണ്. ഇവിടെ sin A by 2 ക്യാൻസൽ ആകും. ബാക്കി ഇവിടെ cos A by 2 വരും. അപ്പൊ cos A by 2 is equal to sin A plus D by 2 എന്ന് വരും. ശരിയല്ലേ? ഇനി കോസ് തീറ്റ ആരാ? നമുക്കറിയാം sin 90 മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ അല്ലെ? അപ്പൊ നമുക്ക് cos A by 2 നെ sin 90 പൈ ബൈ 2 മൈനസ് A by 2 എന്ന് വിളിക്കാം. അപ്പൊ sin 90 മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ is equal to sin A plus D by 2 എന്ന് എഴുതിക്കൂടെ? ഇപ്പൊ രണ്ടും സൈൻ വാല്യൂ അല്ലേ? LHS ഉം RHS ഉം വാല്യൂസ് ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പൊ പൈ ബൈ 2 മൈനസ് A by 2 is equal to A plus D by 2 എന്ന് വരും. എനിക്കിവിടെ 2 ക്യാൻസൽ ആയാൽ പൈ മൈനസ് A is equal to A plus D ആണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ പൈ മൈനസ് 2A എന്ന് വരും അല്ലെ? പൈ മൈനസ് 2A. What is pi minus 2A? 180 minus 2A. 180 minus 2A എന്നുള്ള ആൻസർ ഇല്ലേ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. The aperture of the objective is 24.4 centimeter. The resolving power of the telescope, if a light of wavelength തന്നിട്ടുണ്ട്, resolving power വേണം. ശരിയല്ലേ? അപ്പൊ ഡയറക്റ്റ്ലി നമുക്ക് റിസോൾവിംഗ് പവർ ആരുടെ? ടെലസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതി. D ഡിവൈഡഡ് ബൈ 1.22 ലാംഡയാണ്. ശരിയല്ലേ? അപ്പൊ D ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. D is the diameter of the aperture ആണ്. diameter of the aperture means diameter of the objective, not aperture, diameter of the objective ആണ്. അപ്പം അപ്പേച്ചർ തന്നിട്ടുണ്ട്, അപ്പേച്ചർ ആണ് ഡയമീറ്റർ. അത് തന്നിട്ടുണ്ട് എത്രയാ? 24.4. അപ്പൊ അത് 24.4 into 10 raised to minus 2 meter divided by 1.22 into lambda. Lambda തന്നിട്ടുണ്ട് എത്രയാ? 2440 ആങ്സ്ട്രോം ആണ്. 10 raised to minus 10 എന്ന് വരും. സിംപ്ലി ഇത് സോൾവ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 8.2 into 10 raised to 5 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ സി. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, fourth one. A ray of light is incident at an angle of incidence 60 degree on the glass slab or refractive index √3. After refraction, the light ray emerges out from the parallel phase and lateral shift between incident and emergent rays for √3. The thickness of the glass slab is. Glass slab ന്റെ thickness വേണം. ഇതൊക്കെ ക്ലാസ്സുകളിൽ ഡയറക്ട്ലി നമ്മൾ പറയുന്ന തിയറിറ്റിക്കൽ കൺസെപ്റ്റ് തന്നെയാണ് അല്ലെ? ഗ്ലാസ് ലാബിന്റെ കേസിൽ ലൈറ്റ് വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്തു, അവിടെ നമ്മൾ നോർമൽ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ആ ഒരു പോയിന്റിലുള്ള നോർമൽ. അവിടെ ലൈറ്റ് റേ ഷുഡ് ബെൻസ് ടുവാർഡ്സ് ദ നോർമൽ ആണ്. ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ സെക്കൻഡ് സർഫസിലെ നോർമൽ വരക്കുന്നു. അവിടുന്ന് ലൈറ്റ് റേ അഗെയിൻ എവേ ഫ്രം ദ നോർമൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ലൈക്ക് ദിസ്. ഒരു ഡീവിയേഷൻ ഇല്ലെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റ് ആക്ച്വലി പോകേണ്ട പാത്ത് ഇതാണ്. ലൈക്ക് ദിസ്. ഇവ തമ്മിൽ ഒരു ഷിഫ്റ്റ് വന്നു. ആ ഷിഫ്റ്റ് ആണ് ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് അവിടെ ഷിഫ്റ്റ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതാണ് ഷിഫ്റ്റ്. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ശരിയല്ലേ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും R ആണ്, കാരണം ഇത് പാരലൽ ഫേസ് ആണ്. ഇത് ആംഗിൾ ഓഫ് എമർജൻസ് E ആണ്.
അപ്പൊ ലാറ്ററൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ലാറ്ററൽ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ടി ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ ആണ്. ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്നതാണ് ലാറ്ററൽ ഷിഫ്റ്റിന്. ഇവിടെ പറഞ്ഞ പ്രകാരം നോക്കിക്കേ, റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഐ തന്നിട്ടുണ്ട് അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ആൻഡ് ലാറ്ററൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദ്യം? തിക്നെസ് കണ്ടുപിടിക്കണം. ഇവിടെ ആരാ അൺനോൺ? ആറ്. ഫസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണം അല്ലെ, ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണം. അപ്പൊ അത് നമ്മൾ ഈ സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താല് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ഓഫ് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു refractive index of the second medium divided by refractive index of the first medium ആണ്. ഇവിടെ സൈൻ ഐയുടെ വാല്യൂ സൈൻ 60 ആണ്, ഡിവൈഡഡ് ബൈ സൈൻ ആർ നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ മീഡിയം ഗ്ലാസ് സ്ലാബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ഡിവൈഡഡ് ബൈ സറൗണ്ടഡ് മീഡിയം എയർ 1 ആണ്. ഇവിടെ സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ 60 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ശരിയാണോ? ദാറ്റ് ഈസ് സൈൻ 60 എത്രയാണ്? അത് ഓർത്താൽ മാത്രം പോരെ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ സൈൻ 60 വേണം, സൈൻ 60 √3/2 ആണ്. therefore സൈൻ ആർ ഇസ് ഈക്വൽ ടു 1/2 വരും. സൈൻ ആർ 1/2 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലെ. ആറിന്റെ വാല്യൂ 30 ഡിഗ്രി. ഇപ്പൊ ഫസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് 30 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു എസ് എത്രയാണ്? ഷിഫ്റ്റ് തന്നിട്ടുണ്ട് 4√3 ഈക്വൽ ടു തിക്നെസ് കണ്ടുപിടിക്കണം ബൈ കോസ് ആർ, കോസ് 30 √3/2 ആണ്. √3/2 ഇൻറ്റു സൈൻ ഐ മൈനസ് ആർ, സൈൻ ഐ 60 ആണ്, മൈനസ് ആർ 30 ആണ്, അഗെയിൻ സൈൻ 30 വരും. സൈൻ 30 ആരാണ്? 1/2 ആണ്. ഇവിടെ 2 ക്യാൻസൽ ആയി അല്ലേ. അപ്പൊ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 4 into √3 into √3 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ 12 സെന്റിമീറ്റർ ആണ്. അതാണ് ഇവിടുത്തെ തിക്നെസ് അല്ലെ. തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് ദ തിക്നെസ്. നമുക്ക് ഡയറക്ട്ലി കിട്ടി 12 സെന്റിമീറ്റർ. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, ഫിഫ്ത്ത് വൺ. A light ray is incident at an angle of incidence θ1 on the system of two plane mirrors M1 and M2 having an inclination angle 75 between them as shown in figure. After reflecting from the mirror, M1 gets reflected back by the mirror M2 with an angle of reflection 30. The total deviation of the ray will be ഇത് നമ്മൾ ഡയറക്ട്ലി ഇക്വേഷൻ ബേസ്ഡ് കൺസെപ്റ്റ് പഠിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ആംഗിൾ നോക്കിയാണ്. ഇപ്പൊ രണ്ട് മിററുകൾ തമ്മിൽ കെപ്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഈ ഒരു ആംഗിൾ ഞാൻ തൽക്കാലം ഐ എന്ന് വിളിച്ചു. ഈ ആംഗിൾ റിഫ്ലക്ഷനും ഐ ആണ്. ഈ ആംഗിൾ ഞാൻ α1 എന്ന് വിളിച്ചു. ഈ ആംഗിളും α1 ആയിരിക്കും. ശരിയല്ലേ? സിമിലർലി ഈ ഒരു ആംഗിൾ ഞാൻ ആർ എന്ന് വിളിച്ചാൽ ഇവിടുത്തെ ആംഗിൾ റിഫ്ലക്ഷൻ ആർ ആണ്. ഈ ആംഗിൾ ഞാൻ α2, ഈ ആംഗിളും α2 വരും. ഇത്രയും ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തു. ഇതായി ഇത് ആക്ച്വലി 90 - I. ഞാൻ α1 എടുത്താൽ ഇത് 90 - I, α1 തന്നെയാണ്. ഇത് ആർ എടുക്കും, ഇത് α2, ഇത് α2 എന്ന് വിളിച്ചു. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ ഇങ്ങനെ ഡയറക്ഷൻ മൂവ് ചെയ്തു, റിഫ്ലക്ഷൻ ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ സംഭവിച്ച ഡീവിയേഷൻ ഇങ്ങോട്ടാണ് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ്. ഞാൻ Δ1 എന്ന് വിളിച്ചു. ഇവിടെ ആക്ച്വലി സെക്കൻഡ് കേസിൽ ആ ലൈറ്റ് റേ പോകേണ്ട പാത്ത് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് ആക്ച്വലി ലൈറ്റ് പോകേണ്ട പാത്ത്. അപ്പൊ ആ പാത്ത് നിന്ന് ഇങ്ങോട്ടാണ് ഡീവിയേഷൻ. ഇതാണ് രണ്ടാമത്തെ റിഫ്ലക്ഷന്റെ ഡീവിയേഷൻ. ഞാൻ Δ2 എന്ന് വിളിച്ചു. എങ്കില് അവിടുത്തെ നെറ്റ് ഡീവിയേഷൻ ഡെൽറ്റയെ രണ്ട് ഡീവിയേഷൻ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. കാരണം രണ്ട് ഡീവിയേഷൻ ഒരേ ഡയറക്ഷൻ ആണ്. ഇതും ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നെറ്റ് ഡീവിയേഷൻ ഇസ് ഈക്വൽ Δ1 പ്ലസ് Δ2. ദാറ്റ്സ് ഈക്വൽ ടു ആരാ? Δ1. നോക്കിക്കേ, ഈ ആംഗിൾ അല്ലേ Δ1, ഇതല്ലേ α1. ഇത് α1 ആണെങ്കിൽ ഈ ആംഗിളും α1 അല്ലേ. ഇപ്പൊ Δ1 ആരാ? 2α1 ആവും അല്ലെ. ഇപ്പൊ Δ1നെ 2α1 എന്ന് വിളിക്കാം. പ്ലസ് Δ2നെയോ ഇത് α2 ആണെങ്കിൽ ഇത് α2 അല്ലേ. ഈ α2 കൂടി ചേർന്നല്ലേ Δ2. അപ്പൊ അതിനെ 2α2 എന്ന് വിളിക്കാം. അതാണ് Δ2. ദാറ്റ്സ് ഈക്വൽ ടു എനിക്ക് ഇയാളെ 2α1 പ്ലസ്
2 times ആൽഫ 2. ഈ ട്രയാങ്കിൾ നോക്കിക്കേ, തീറ്റ പ്ലസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 180 അല്ലേ. അപ്പൊ ആൽഫ 2 ആരാ? ദാറ്റ് ഈസ് 180 മൈനസ് തീറ്റ മൈനസ് ആൽഫ 1 അല്ലേ. ഹിയർ ഇറ്റ് ഈസ്. ഇയാളെ സോൾവ് ചെയ്ത് എനിക്ക് 2 ആൽഫ 1 പ്ലസ് 360 മൈനസ് 2 തീറ്റ മൈനസ് 2 ആൽഫ 1 ആൽഫ 1 2 ആൽഫ 1 ക്യാൻസൽ ആയി. ബാക്കി ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 360 മൈനസ് 2 തീറ്റ. ഇതങ്ങനെ തന്നെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹിയർ ഇറ്റ് ഈസ്. രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഒരു തീറ്റ ആംഗിൾ കെപ്റ്റ് ചെയ്താൽ after 2 successive reflection the total deviated angle is equal to 360 minus 2 theta ആണ്. അപ്പം ജനറൽ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി 360 minus 2 theta. ഇവിടെ ടോട്ടൽ ഡീവിയേഷൻ is equal to 360 minus 2 into theta. Theta's angle between the plane mirrors of the 75 അല്ലേ. 2 into 75 വരും. That's equal to 360 minus 150 ആണോ? That's equal to 210 എന്ന് വരും. Answer is 210 ഡിഗ്രി ആയിരിക്കും. ഈ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ചത് നമുക്ക് ഈസിലി ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്. A convex lens has power P. It is cut into 2 halves along the principal axis. Further, one piece is out of the 2 halves is cut into again 2 halves perpendicular. Then choose the incorrect options. Incorrect option ആവശ്യം. ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ്. ആ കോൺവെക്സിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ലോങ് ആയിട്ട് ഇങ്ങനെയാണ് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പീസ് ഇങ്ങനെയും മറ്റൊരു പീസ് ഇങ്ങനെയും വരും അല്ലെ. ഇപ്പൊ ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണോ അത് തന്നെയായിരിക്കും ഇയാളുടെ രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ് എത്രയാണോ ആ രണ്ടിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ് തന്നെയായിരിക്കും ഈ രണ്ടു പേർക്കും ഉണ്ടാവുക. അതിന്റെ അർത്ഥം അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ റേഡിയസ് കർവേച്ചർ മാറുന്നില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നില്ല. ആര് മാറിയാല? ഫോക്കൽ ലെങ്ത് ഇയാൾക്ക് എഫ് ആണെങ്കിൽ ഇയാളുടെയും എഫ് ആയിരിക്കും, ഇയാളുടെയും എഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് മാറില്ല. അതിന്റെ അർത്ഥം ഇയാൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് ഇതാണെങ്കിൽ ഇയാളുടെ ഫോക്കൽ ലെങ്ത് എഫ് ആണെങ്കിൽ ഇയാളുടെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. ഇയാളുടെ പവർ പി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാളുടെ പവറും പി ആണ്. ക്ലിയർ? അപ്പൊ ഇയാളുടെ പവർ മാറുകയല്ല. ഇനി അതേ ആളെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതേ ലെൻസിനെ, ഹിയർ ഇറ്റ് ഈസ്, ദ സെയിം ലെൻസിനെ പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പീസ് ഒരു പ്ലാനോ കോൺവെക്സ് ആവും, മറ്റൊരു പീസ് മറ്റൊരു പ്ലാനോ കോൺവെക്സ് ആയിട്ട് മാറും. അപ്പൊ ഇയാളുടെ ഫോക്കൽ ലെങ്ത് എഫ് ആണെങ്കിൽ ഇയാൾ ആരാകും? 2f ആയിട്ട് മാറും അല്ലെ. ഇയാള് 2f ആകും, ഇയാളും 2f ആയിട്ട് മാറും. ഇപ്പൊ 2f ആകുന്നു, പവർ പകുതി ആകുന്നു, അത്രേ ഉള്ളു കാര്യം. ഇപ്പം ഈ രണ്ടുപേരുടെയും പവർ പകുതി പകുതിയാണ്. ഇയാളുടെ പവർ പി ആണെങ്കിൽ ഇത് p/2, ഇത് p/2. ഫോക്കൽ ലെങ്ത് ഇത് 2f, ഇത് 2f ആവും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ മതി. പവർ ഓഫ് L1 p/2 തെറ്റാണ്. ഇപ്പൊ ഇൻകറക്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ആൻസർ. ഇൻകറക്റ്റ് ആണ് വേണ്ടത്. പവർ ഓഫ് L2 p/2, L2ന്റെ പവർ p/2 ശരിയാണ്. പവർ ഓഫ് L3 p/2 ശരിയാണ്. പവർ ഓഫ് L1 p ശരിയാണ്. അപ്പൊ നമ്മൾ ഇൻകറക്റ്റ് വൺ ഓപ്ഷൻ 1 വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, 7th one. Consider a light ray traveling in air is incident into a medium of refractive index root of 2n. The incident angle is twice that of the refracting angle. എന്താണ്? ഐയുടെ വാല്യൂ 2 times r ആണെന്നാണ് അല്ലെ. 2 twice the refracting angle. Then the angle of incidence will be. അപ്പൊ നമുക്കെന്ത് പറയാം? sin I divided by sin r is equal to refractive index of second medium divided by the refractive index of the first medium ആണ്. നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഐക്ക് ഞാൻ sin 2r കൊടുത്തു, divided by sin r is equal to second medium refractive index root of 2n divided by first medium ആരാണ്? എയർ ആണ്. എയർ refractive index 1 ആണ്. ഇവിടെ എനിക്ക് sin 2r-നെ 2 sin r cos r എന്ന് എഴുതാം. ശരിയല്ലേ? 2 sin r cos r divided by sin r is equal to root of 2n വരും. sin r ക്യാൻസൽ ആയി. ശരിയല്ലേ? ബാക്കി ഇയാൾ എന്ത് വരും?
that is cos r is equal to ആരാണ് cos r? root of 2n divided by 2, that's equal to root of n by 2 വരും അല്ലേ, n by 2. കാരണം താഴെ 2നെ റൂട്ട് എഴുതാം, റൂട്ട് ക്യാൻസൽ ആവും, റൂട്ട് ഓഫ് n by 2 വരും. നമുക്ക് അറിയേണ്ടത് r ആണ്. r is equal to cos inverse root of n by 2 എന്ന് വരും അല്ലെ. നമുക്ക് ആദ്യം വേണ്ടത് ആരെയാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2 ടൈംസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ കിട്ടിയത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതിന്റെ 2 ടൈംസ് വേണം. ആൻസർ ഐയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 2 ടൈംസ് cos inverse. 2 ടൈംസ് cos inverse root of n by 2. ഫോർത്ത് ഓപ്ഷൻ വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ. യെസ്, the speed of light in medium A and B are. ശ്രദ്ധിച്ചോളാം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. ഇപ്പൊ മീഡിയം എയിലുള്ള സ്പീഡ് വി എ എന്ന് ഡിനോട്ട് ചെയ്താൽ വി എയുടെ വാല്യൂ ആരാണ്? 2 into 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. അപ്പൊ 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത് 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. And the speed of B, VB is equal to ആരാണ്? 1.5 into. അപ്പൊ 1.5 into again അവിടെ യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 10⁻10 ആണ്. 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. A ray of light enters from the medium B to A at an angle of incidence theta. Then the ray suffers total internal reflection. Then നമുക്ക് വെലോസിറ്റി കിട്ടി. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് A is equal to C by VA ചെയ്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു C ആരാണ്? 3 × 10⁸ ആണ് ബൈ 2 × 10⁸ ആണ്. അപ്പൊ 3/2 വരും. അപ്പൊ എയുടെ വാല്യൂ 3/2 ആണ്. സിമിലർലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് B, NB is equal to ആരാണ്? അയാളുടെ C ഡിവൈഡഡ് ബൈ VB ആണ്. ദാറ്റ്സ് ഈക്വൽ ടു C 3 ഡിവൈഡഡ് ബൈ 1.5 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 2. NB യുടെ വാല്യൂ 2 ആണ്. ശരിയല്ലേ? അപ്പൊ രണ്ടിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം മീഡിയം B to A ആണ്. ഇപ്പൊ ഞാനൊരു സെപ്പറേറ്റ് ലൈൻ എടുത്തു. താഴെ ഒരു മീഡിയം B ഉണ്ട്, മുകളില് A എന്ന് പറയുന്ന മീഡിയം ഉണ്ട്. അപ്പൊ ലൈറ്റ് മൂവ് ചെയ്യുന്നത് B to A ആണ്. ലൈക്ക് ദിസ്, B to A ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ. ഇതാണ് തീറ്റ. ഫൈൻ. ദ റേ സഫേഴ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദെൻ ആലോചിച്ച് നോക്കിയേ. സപ്പോസ് ഈ തീറ്റയുടെ വാല്യൂ C ആണെങ്കിൽ, ആ തീറ്റയുടെ വാല്യൂ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും? ഈ സർഫസിലൂടെ മൂവ് ചെയ്യും. ശ്രദ്ധിക്കണം, ആ തീറ്റയുടെ വാല്യൂ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ അത് സർഫസിലൂടെ മൂവ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ആകും എന്നല്ലേ അർത്ഥം? അപ്പൊ ആ സമയത്ത് നമുക്ക് ഇക്വേഷൻ അറിയാം. sin C is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം ആണ്. ഇവിടെ C ആരാകുമ്പോ തീറ്റ ആകുമ്പോ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു NR ആരാണ്? റെയർ മീഡിയം ആണ്. റെയർ മീഡിയം ആരാണ്? NA ആണ് സെക്കൻഡ് മീഡിയം. Therefore 3/2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പൊ തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 3/4. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ആൻസർ മാർക്ക് ചെയ്യാനായിട്ടില്ല. തീറ്റയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 3/4 ആണെങ്കിൽ ഇത് സർഫസിലൂടെ പോകുന്നു എന്ന് മാത്രമാണ് കണ്ടുപിടിച്ചത്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, സഫേഴ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഇവിടത്തെ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണ്ടേ? ഈ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ആൻസർ അല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടണ്ടേ തീറ്റയുടെ വാല്യൂ? അപ്പൊ തീറ്റയുടെ വാല്യൂ കൂടണം. തീറ്റയുടെ വാല്യൂ ഈ പറയുന്ന സൈൻ ഇൻവേഴ്സ് 3/4 കൂടിയാൽ മാത്രമല്ലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പൊ തീറ്റയുടെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ ഇൻവേഴ്സ് 3/4 എന്നുള്ള ആൻസർ ഓപ്ഷൻ ഡി വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്, 9th one. A parallel beam of light is allowed to fall on a transparent spherical globe of diameter 30 centimeter. Globe of diameter. അപ്പൊ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്തോളൂ. ഗ്ലോബ് ആണ്. ഇതാണ് അയാളുടെ ആക്സിസ് എന്ന് വിചാരിക്കുക തൽക്കാലം. ഇവിടെയാണ് അയാളുടെ സെന്റർ എന്ന് വിചാരിക്കുക. ഓ, അപ്പം ഗ്ലോബ് ആണ്. allowed to fall on a transparent spherical globe of diameter 30 centimeter.
ഇപ്പൊ ഡയമീറ്റർ 30 ആണെങ്കിൽ ഇയാളുടെ റേഡിയസ് എത്രയാണ്? 15 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് 15 സെന്റിമീറ്റർ. അപ്പൊ ഈ സൈഡിലേക്കുള്ള റേഡിയസ് ആരാണ്? 15 സെന്റിമീറ്റർ ആണ്. ആ റിഫ്രാക്ട് ഇൻഡെക്സ് 1.5 അല്ലെ. അപ്പൊ ഇയാളുടെ റിഫ്രാക്ട് ഇൻഡെക്സ് ഞാൻ N2 എന്ന് വിളിച്ചു. അപ്പൊ അയാൾ 1.5 ആണ്. സറൗണ്ടഡ് മീഡിയം ഞാൻ N1 എന്ന് വിളിച്ചു, 1 ആണ്. ഇവിടെയും സറൗണ്ടഡ് മീഡിയം N1 is equal to 1 ആണ്. ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നത് പാരലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലാസ് ഗ്ലോബിലേക്ക് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ചെയ്യുന്നത് പാരലൈറ്റ് ആണ് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പാരലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നമുക്കറിയാം, ലൈറ്റ് റേസ് ഇവിടെ പാരലൈറ്റ് ആണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഈസ് ഫ്രം ഇൻഫിനിറ്റ് ആണ്, ഇൻഫിനിറ്റ്. The distance from the center of the globe at which the beam of light can converge is. Converge means ഇവിടെ ഇമേജ് കിട്ടുന്ന കണ്ടെത്തിയാൽ പോരെ. ഇപ്പൊ ഇമേജിലേക്ക് സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സർഫസ് നോക്കിക്കേ എല്ലാവരും. 2 സർഫസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സർഫസ്. ഇപ്പൊ ഫസ്റ്റ് സർഫസിൽ നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ ദ കർവ്ഡ് സർഫസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ N2/V minus N1/U is equal to N2 minus N1/R എന്നല്ലേ ജനറൽ ഇക്വേഷൻ. വിത്തൗട്ട് സൈൻ നമ്മൾ സൈൻ കൊടുക്കണം. ഇവിടെ N2 മീൻസ് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് 1.5 ഡിവൈഡഡ് ബൈ V അൺനോൺ ആണ്, കണ്ടുപിടിക്കണം. ആദ്യത്തെ ആളുണ്ടാക്കുന്ന ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് സർഫസിന്റെ. മൈനസ് ഒന്നാമത്തെ മീഡിയം 1 ആണ് ബൈ ഇമേജ് ഇസ് അറ്റ് ഇൻഫിനിറ്റ് ആണ് ബിക്കോസ് ഓഫ് പാരലൽ ബീം ഈക്വൽ ടു 1.5 minus 1 divided by 15 ആണ് റേഡിയസ് കർവേച്ചർ. അപ്പം റേഡിയസ് കർവേച്ചർ എടുക്കുന്ന ഡിസ്റ്റൻസ് ഇങ്ങടാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ഇയാണ് പ്ലസ് വാല്യൂ കൊടുക്കണം, പോസിറ്റീവ് വാല്യൂ. അങ്ങനെയെങ്കിൽ 1.5 divided by V is equal to 0.5 വരെയല്ലേ, 1 divided by 30 എന്ന് വരും. ശരിയാണോ? ദാറ്റ്സ് ഈക്വൽ ടു വിയുടെ വാല്യൂ 30 into 1.5 അല്ലേ, that's equal to 45 സെന്റിമീറ്റർ. ഇപ്പൊ വിയുടെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാ? 45 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ എവിടെ ആയിരിക്കും 45 സെന്റിമീറ്റർ? ഇവിടെ നിന്ന് 45 സെന്റിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഫസ്റ്റ് കർവേച്ചറിൽ നിന്ന് 45 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര വന്നു? 30 വന്നു. പിന്നീട് ഒരു 15 സെന്റിമീറ്ററിലേക്കല്ലേ, പിന്നീട് ഒരു 15 സെന്റിമീറ്ററിലേക്കാണ്. അപ്പൊ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്നാ, ഇയാൾ ഇവിടുന്ന് കൺവേർജ് ചെയ്തിട്ട് സെക്കൻഡ് സർഫസിലേക്ക് ഇൻസിഡന്റ് ചെയ്യും. പക്ഷെ അവിടെ രണ്ടാമത്തെ സർഫസ് ഇല്ലായിരുന്നെങ്കിൽ അത് ആക്ച്വലി കൺവേർജ് ചെയ്യുന്ന പോയിന്റ് സംവെയർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ശരിയല്ലേ? സംവെയർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അയാൾ കൺവേർജ് ചെയ്യുക. ആ കൺവേർജിങ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് ആ കൺവേർജിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 45 സെന്റിമീറ്റർ. അത് ഈ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? ഇത് 630 വന്നു, ബാക്കി 15 സെന്റിമീറ്റർ. ഹിയർ ഇറ്റ് ഈസ്. അവിടെയാണ് ഫസ്റ്റ് വൺ ഉണ്ടാക്കുന്ന ഇമേജ്. തൽക്കാലം അയാളെ I1 എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഇനി സെക്കൻഡ് സർഫസ് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് സർഫസിൽ ഇക്വേഷൻ എഴുതുമ്പോൾ സെക്കൻഡ് മീഡിയം 1 ആണ്, 1 ഡിവൈഡഡ് ബൈ അയാൾ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം, അത് V ആണ്. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മൈനസ് ഫസ്റ്റ് മീഡിയം അവിടെ 1.5 3/2 ആണ്, ഡിവൈഡഡ് ബൈ ഈ സർഫസിന് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 15 അല്ലേ, പ്ലസ് 15. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ലൈറ്റ് ഇവിടെ നിന്നാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് പ്ലസ് 15. അത് അയാളുടെ രണ്ടാമത്തെ ആളുടെ ഒബ്ജക്റ്റ് ആകും. ആര്? ഒന്നാമത്തെ സർഫസിന്റെ ഇമേജ് ഇസ് ഈക്വൽ ടു 1 minus 3/2 divided by അയാളുടെ റേഡിയസ് കർവേച്ചർ. ഇതല്ലേ റേഡിയസ് കർവേച്ചർ? ലൈറ്റ് ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ടാണ് റേഡിയസ് കർവേച്ചർ. അപ്പൊ -15 വരും, -15. അപ്പൊ 1/V മൈനസ് 1/10 ആവും അല്ലെ, 1/10. 3/2/15, 3/30, 1/10 is equal to 1 minus 3/2. That's equal to -1/2. മൈനസ് ക്യാൻസൽ ആകുമ്പോൾ 1/30. അപ്പൊ 1/V is equal to 1/30 plus 1/10 വരും. That's equal to V ആണ്. V is equal to ആരാണ്? V is equal to 30 divided by 7 വരും അല്ലെ, 30 divided by 4 വരും, 4. That's equal to 7.5 ആണ് സെന്റിമീറ്റർ. ഇപ്പൊ ഫൈനൽ ഇമേജ് ഇവിടെ നിന്ന് മറ്റൊരു ഡിസ്റ്റൻസ് ഇവിടെ സമയം ഹിയർ അല്ലെ, എത്രയും 15 കുറവായിരിക്കും, 7.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വേണ്ടത് സെന്റർ എന്നല്ലേ. അപ്പൊ സെന്ററിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് വേണം വരക്കാം, കുഴപ്പമില്ല. ഇത് വീണ്ടും ഇവിടുന്ന് കൺവേർജ് ചെയ്യും. ആക്ച്വലി ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോയിന്റ് സംവെയർ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെയാണ് ഫൈനൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക.
ഈ ഡിസ്റ്റൻസ് ആണ് 7.5. നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ വേണ്ടേ? അത് 15 പ്ലസ് 7.5 വരും. 15 പ്ലസ് 7.5 ആരാണ്? 22.5 സെന്റിമീറ്റർ ആണ്. അതിന്റെ ആൻസർ 22.5 സെന്റിമീറ്റർ വരും. ഇവിടെ സെന്റിമീറ്റർ വരും, പക്ഷെ ഇവിടെ മില്ലിമീറ്ററിലാണ്. ഇപ്പൊ 225 അല്ലെ, 225 millimeter. That's it. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. A small bulb is placed at the bottom of a tank containing water to a depth of √7 meter. The refractive index of water is 4/3. The area of the surface of water through which light from the bulb can emerge out is. ഇതിനൊക്കെ തിയററ്റിക്കൽ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഡെൻസർ മീഡിയത്തിൽ താഴെ ഡെൻസർ മീഡിയം, മുകളിൽ റെയർ മീഡിയം. ആ ഡെൻസർ മീഡിയത്തിൽ താഴെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കെപ്റ്റ് ചെയ്താൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒരു സർക്കുലർ പാത്തിൽ കൂടി മാത്രമേ ഈ സർഫസിന് വെളിയിലേക്ക് വരുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഒരു സർക്കുലർ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സർക്കുലർ പാത്തിൽ കൂടി മാത്രമേ ലൈറ്റ് റേസ് പുറത്തേക്ക് വരുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ സർഫസിലൂടെ മൂവ് ചെയ്യും. എപ്പോഴാണ് സർഫസിലൂടെ മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. നമുക്കറിയാം അത് ഓൾറെഡി. ഇത് നോർമൽ ആണെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സി ആകും. കാരണം ഇത് ഡെൻസർ, ഇത് റെയറുമാണ്. അപ്പൊ ഇത് സി ആണെങ്കിൽ ഇത് 90. സിമിലർലി ഇവിടെ നമ്മൾ നോർമൽ കൺസിഡർ ചെയ്താൽ ഇത് സി ആണെങ്കിൽ ഇത് 90 വരും. ശരിയല്ലേ? ഇനി ഈ പോയിന്റിന് ഇപ്പുറത്തേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താലോ, അത് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ നടന്ന് തിരിച്ചു വരത്തേ ഉള്ളൂ. കാരണം അടുത്ത മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ഈ ഒരു സർക്കുലർ ഫോർമാറ്റിനകത്ത് കൂടി മാത്രമേ ലൈറ്റ് ഇപ്പുറത്തേക്ക് വരുള്ളൂ. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് സി ആണെങ്കിൽ ഈ ആംഗിളും സി ആണ്, ഈ ആംഗിളും സി ആണ്. ഈ പറയുന്ന സർക്കുലർ പാറ്റേണിന്റെ റേഡിയസ് r ആണെങ്കിൽ ആ റേഡിയസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ആ റേഡിയസിന്റെ ഇക്വേഷൻ r is equal to h. h is nothing but ഡെപ്ത് ആണ്. സർഫസിന് എത്ര ഡെപ്തിലാണ് ആ പോയിന്റ് ഒബ്ജക്റ്റ് ഉള്ളത്, അതാണ് h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറിന്റെ സ്ക്വയർ -1 ആണ്. ഇതാണ് ആ റേഡിയസ് ഓഫ് ദ സർക്കിളിന്റെ ഇക്വേഷൻ. h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ndr സ്ക്വയർ -1. ഇവിടെ നമുക്ക് റേഡിയസ് കാണാൻ h ഡെപ്ത് എത്രയാ? √7 അല്ലെ. അപ്പം √7 കൊടുക്കാം. h-ന് √7 ഡിവൈഡഡ് ബൈ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വാട്ടർ ആണ് വിത്ത് റെസ്പെക്ട് ടു റെയർ. അപ്പം 4/3 സ്ക്വയർ 16/9 -1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 3√7. ശരിയാണോ? ഡിവൈഡഡ് ബൈ √7 ദാറ്റ്സ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ശരിയല്ലേ? ഇപ്പൊ 3 സെന്റിമീറ്റർ വരും. അപ്പൊ 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വേണ്ടത് ആരാണ്? ഏരിയ ആണല്ലേ. അപ്പൊ ആ സർക്കിളിന്റെ ഏരിയ കാണാൻ ഏരിയ ഇസ് ഈക്വൽ ടു πr² അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു π ഇൻടു r². ആരാണ്? 9 ആണ്. അപ്പൊ 9 √7 മീറ്റർ ആണ്. √7 മീറ്റർ ആയതുകൊണ്ട് ആൻസർ 3 മീറ്റർ ആയിരിക്കും. 3 മീറ്റർ ആയിരിക്കും. അപ്പം 3² 9 വരും. ആൻസർ ഈസ് 9π അല്ലേ മീറ്റർ സ്ക്വയർ. ശരിയല്ലേ? 9π വരും. The value of x is 9 അല്ലേ. ഇപ്പൊ 9 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോ 10th വണ്ണിന്റെ ആൻസർ 9 ആണ്. നെക്സ്റ്റ് വൺ. യെസ്. The difference of speed of light in the two media A and B തന്നിട്ടുണ്ട്. ഡിഫറൻസ് ആണ് തന്നേക്കണേ കേട്ടോ. VA minus VB. ഡിഫറൻസ് ഇൻ സ്പീഡ് ആണ്. is equal to 2.6 into 10⁻⁷. നമുക്ക് വേണമെങ്കിൽ അയാൾ എന്ത് വിളിക്കാം? 0.26 into 10⁸ meter per second എന്ന് വിളിക്കാം അല്ലേ. That's it. If the refractive index of medium B, അപ്പൊ NB യുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? NB 1.47 ആണ്. 1.47 ആണ്. അപ്പൊ NB 1.47 ആണെങ്കിൽ VB കണ്ടുപിടിച്ചുകൂടി. VB is equal to C/NB വരും അല്ലെ. C/NB. That's equal to 3 into 10⁸ divided by 1.47. Here it is. ഇതായിരിക്കും VB യുടെ വാല്യൂ. The ratio of refractive index of medium B to A is, കണ്ടുപിടിക്കേണ്ടത് ആരാണ്? NB divided by NA വേണം. റേഷ്യോ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് മീഡിയം B to A ആണ്. NB/NA കണ്ടുപിടിക്കണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? VB കിട്ടും അല്ലെ. VBക്ക് ഒരു വാല്യൂ, ഇത് സോൾവ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും VB. ആ VBയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ VB ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VA എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും അല്ലെ. VA കണ്ടുപിടിക്കാം.
ചെയ്ത് നോക്കണം. വി ബി ഇത് സോൾവ് ചെയ്താൽ കിട്ടും. ആ വി ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എയുടെ വാല്യൂ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ കിട്ടും. വി എയുടെ വാല്യൂ കിട്ടിയാൽ എയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സി ഡിവൈഡഡ് ബൈ വി എ ചെയ്താൽ മതി. ഇപ്പൊ സി ബൈ വി എ ചെയ്താൽ എൻ എ കിട്ടും. എൻ ബി ബൈ എൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എൻ ബി അറിയാം, എൻ എ കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 1.13 എന്ന് വരും. ഈ ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റേ ഒപ്റ്റിക്സിൽ നിന്ന് നമ്മുടെ JEE മെയിൻ്റെ എക്സാമിന് വന്നത്. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് പിറകെ വീഡിയോസ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. എല്ലാവരും കാണുക. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.